ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയിട്ടില്ല, ഞാൻ ഇവരെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടില്ല. എന്നിട്ടും പെട്ടെന്ന് ഞാൻ ഒരു മനുഷ്യന് ഒരു ട്രിഗർ പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്തിനായിരിക്കും ഞാൻ ട്രിഗർ ആയത്? വെറുതെ ഞാൻ വന്നിട്ട് ഒരു ദിവസം വന്നിരുന്ന് ആൾക്കാരെ അവരെ വിളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ വെറുതെ എനിക്ക് വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇതുവരെ ഇത് അതിനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു കേസ്. എന്തിനാണ് ഇത്രയും നാൾ വരെ ഞാൻ വെയിറ്റ് ചെയ്ത്? എന്തിനാ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്ന MRC പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, എനിക്കിത് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. ഈവൻ ദോ ഇത് കുറെ ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. തൊപ്പിയുടെ സൈഡിൽ നിന്ന് പോലും എൻ്റെ അടുത്ത് കുറച്ച് പേര് ആൾക്കാർ പറഞ്ഞ ചാറ്റ് നോക്കിയിട്ട് തൊപ്പിയെ എന്തിനാണ് ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തതെന്ന്. നമ്മൾ MRC ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പൊക്കോണ്ടിരുന്ന സമയത്ത് പോലും ചാറ്റ് നോക്കിയിട്ട് ചാറ്റിൽ ഈഗിളിനെ പേടിയാ എന്ന് പറഞ്ഞിട്ട് തൊപ്പി, നമ്മൾ MRC ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അതിന് ഒരു പ്രശ്നം ഇല്ലാതെ പൊക്കൊണ്ടിരുന്ന സമയത്ത് പോലും തൊപ്പി ചാറ്റ് നോക്കിയിട്ട് ഈഗിളിനെ പേടിയാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പൊക്കെ ഇറങ്ങി എനിക്ക് ഈഗിളിനെ അല്ല ദൈവം തമ്പുരാനെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറഞ്ഞ് ചാറ്റ് നോക്കി തൊപ്പി എനിക്കെതിരെ പോലും റിപ്ലൈ തന്നിട്ടുണ്ട് ഒരു സമയത്ത്. ഞാനത് അവനോട് ചോദിച്ചിട്ടുമുണ്ട്, എന്തിനാണ് നമ്മൾ ഇത്ര നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തിനായിരുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ചാറ്റ് നോക്കി ട്രിഗർ ആയെന്നുള്ള പറഞ്ഞ കാര്യം വിട്ടോ. പക്ഷേ എന്നാലും അതൊരു ശരിയാണ്, ഞാൻ ചാറ്റ് നോക്കിയിട്ടാണ് തൊപ്പിയെ ഡ്രാഗ് ചെയ്തത്. അതെന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ റെഡിയാ പ്യുവറായിട്ട്. കാരണം അവൻ എന്തോ അവന്റെ വലിയൊരു പേഴ്സണൽ ഇഷ്യൂവിൽ ഇരിക്കുക. ആ ഒരു പേഴ്സണൽ ഇഷ്യൂവിൽ ഞാൻ എക്സ്ട്രീം എൻ്റെ ട്രിഗർ പോയിന്റിലായിരുന്നു. ഞാൻ ട്രിഗർ പോയിന്റിലായിരുന്ന സമയത്താണ് തൊപ്പിയെ ഞാൻ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത്. സോ അതെന്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് കരുതി ഇതിന് തൊപ്പി നാളെ വന്ന് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. അവൻ ഇതിന്റെ കാര്യത്തിൽ 100 വേണമെങ്കിൽ അവരാധിക്കുക, എനിക്കൊരു പ്രശ്നമില്ല. അത് ഞാൻ അവനോട് തീർത്തോളാം. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ ഇത് മൊത്തത്തിലുള്ള ഒരു കൺഫെഷൻ അല്ല. മനസ്സിലായോ? ഞാൻ അവനെ പറഞ്ഞത് എൻ്റെ എക്സ്ട്രീം ട്രിഗറിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ പെട്ടെന്ന് അവൻ്റെ ചാറ്റിനകത്ത് ഈ പറയണത് പോലെ എൻ്റെ ചാറ്റിനകത്ത് വന്ന് ഞാൻ ഇങ്ങനെ വേറൊരു കാര്യമുണ്ട് ഗൈസ്. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ തൊപ്പിയുടെ അച്ചീവ്മെന്റ്സ് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് റിപ്ലൈ തരുന്നത്. പക്ഷെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് എൻ്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ട്. അതാണ് ഡിഫറൻസ്. മനസ്സിലായോ? ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെനിക്ക് റിപ്ലൈ തരുന്നത് തൊപ്പിയുടെ അച്ചീവ്മെന്റ്സും തൊപ്പിയുടെ കാര്യങ്ങളും വെച്ചിട്ടാണ് ഫ്രം ദ ബിഗിനിങ്. അത് അന്ന് തൊട്ടേ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ടും എൻ്റെ സ്വന്തം കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരുടെ റിപ്ലൈ പറയണത്. അത് വേറൊരു വലിയ കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, അത് മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായ എനിക്ക് ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ പ്രൊവോക്കേഷന്റെ പുറത്ത് പറ്റിയതാ. ഞാനും എനിക്ക് ഈ ഗെയിമും സ്ട്രീമിലും ഒക്കെ എനിക്ക് ഒരുപാട് മെന്റൽ പ്രഷർ സംഭവിക്കാറുണ്ട്. ഈ മെന്റൽ പ്രഷർ സംഭവിക്കാറുള്ള സമയത്ത് ഞാനും ഇതുപോലെ ഗ്യാപ്പുകളൊക്കെ എടുത്ത് പോകാറുണ്ട്, ഗ്യാപ്പ് ഇതാക്കാറുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയാ, എനിക്ക് ഈ പറയണത് പോലെ ഈ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റിക്കവർ ആവാൻ ഒരു ടൈം എനിക്ക് എപ്പോഴും എടുക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സാധനം ഞാൻ റെസ്പെക്ട് ചെയ്തില്ല പെർട്ടിക്കുലർ മൊമെന്റിലൊന്നും എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ എക്സ്ട്രീം റേജിലായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ഒരു സ്റ്റോറി എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയാനുണ്ട്. എനിക്ക് ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ കാണിച്ച് നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരുന്ന് ഗൈസ് ഈ തെറി പറയണവന്മാരെ വിട് ഗൈസ്. ഇവന്മാര് നിങ്ങൾക്കറിയാലോ, ഇതിന്റെ ഒരു മെയിൻ കാരണം പോലും ഇവന്മാരെ ഇനി ഞാൻ എന്ത് പറഞ്ഞ് ഇംപ്രസ് ചെയ്താലും ഇവന്മാരിരുന്ന് സ്പാം ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇവന്മാരെ ഇനി എന്ത് പറഞ്ഞാലും അവരെ വിട്ടോ. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടെ ഞാൻ തൊപ്പിയുടെ കാര്യം, അതായത് വാച്ചിങ്ങിന്റെ കേസിലും അവൻ ഒരു ടൈമിൽ കാണിച്ച സാധനം ഞാൻ എടുത്തു വെച്ച് പറഞ്ഞായിരുന്നു. അത് എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഞാൻ ഇപ്പോഴും ഇത് എടുത്ത് പറയുക. അവൻ എന്നെ ഒന്നും പറയാതിരിക്കാനോ അല്ലെങ്കിൽ അത് പേടിച്ചിട്ടോ അല്ല ഞാൻ ഇങ്ങനൊരു സാധനം എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതല്ലാതെ അവനെ പേടിച്ചിട്ടും ഇതാക്കിയിട്ടും അല്ല ഞാനിത് പറയണമെന്ന് ഒന്നുകൂടെ എടുത്ത് പറയാണ്. പിന്നെ ബാക്കിയുള്ള ഈ പറയണ അവനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിനക്കൊക്കെ വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് കളയാം. മനസ്സിലായ? അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണേ ഗൈസ്. ഇത് കുറച്ച് ബാക്കിലോട്ടുള്ള സ്റ്റോറിയാണ്. അതായത് പേരിട്ട് തന്ന ആൾക്കാർക്കൊക്കെ തിരിച്ച് പേരിട്ട് തരാൻ എനിക്കറിയാം. പിന്നെ വേറൊരു ഈ ലൈവ് ഞാൻ എക്സ്ട്രീം അവരാധിക്കാനാണ് വന്നത്. പക്ഷേ വേറെ ഒരു കാര്യം എനിക്ക് കൺസിഡർ ചെയ്യണം ഗൈസ്. MRCയുടെ ഓണർ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലത്തെ ഇവരൊന്നും അല്ല. MRCയുടെ ഓണർ, MRC തുടങ്ങിയതും ഇവരൊന്നും അല്ല. നിനക്കൊക്കെ അറിയാത്ത MRC ഉണ്ട്. മനസ്സിലായ? നിനക്കൊക്കെ ഇതിനകത്ത് ആൾക്കാരുടെ എഫേർട്ടും ഇതെല്ലാം, ഒരു സ്ട്രീമർ അതിൽ നിന്ന് ഫേമസ് ആയി എന്നതുകൊണ്ട് മാത്രം നിനക്കൊക്കെ അറിയാവുന്ന ഒരു MRC ഉണ്ട്. ആ MRC അല്ല മൊത്തത്തിലുള്ളത്. ഈ MRC എന്ന് പറയുന്ന ഓർഗിനൊരു ഒരു ഇതുണ്ട്. അത് ആ ലെഗസി എന്താണെന്ന് അറിയണമെങ്കിൽ ചിലപ്പം ഈ കരയാൻ വരുന്നവനൊക്കെ അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മനസ്സിലായ? ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല നീയൊക്കെ. അപ്പോൾ ആ MRCക്ക് ഈ പറയണ
ഒരു ലെഗസി ഉണ്ട്. ആ MRCക്ക് ഒരു ഓണർ ഉണ്ട് ഇപ്പോഴും. ആ MRCയുടെ ഓണർ നമ്മുടെ അശ്വിൻ ചേട്ടനാണ് ഇപ്പൊ കറന്റ്. മനസ്സിലായ? അശ്വിൻ ചേട്ടനാണ്. വൈ യു ആർ കേഴ്സിങ്, അയ്യോ അത് ഞാൻ കണ്ടില്ല, എന്തോ അത് ഞാൻ വൈ യു ആർ കേഴ്സിങ് വേർഡ്സ് ടു വൈ യു ആർ യൂസിങ് ദിസ് കേഴ്സിങ് വേർഡ്സ് ടു ലുക്ക് ടഫ്. ഓ, ഈ ടഫ് ലുക്ക് ഇതൊക്കെ മറ്റേ ജെൻസി സാധനമാണല്ലേ. ലുക്ക് സ്ലേ. ഓ ബ്രോ, ഞാൻ അതിലേക്ക് വരാം ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ കറൻ്റ്ലി ഗോഗു അവൻ്റെ ഫുള്ള് കാര്യങ്ങളും ബാക്കി ഈ ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ബൈ ലീഗലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രേഡ് മാർക്ക് എടുക്കണം, പിന്നെ എന്താ പറയുക കമ്പനി രജിസ്റ്റർ ചെയ്യണം. സോ മാർസലസ് എന്ന് പറയുന്ന ഈ MRC എന്ന് പറയുന്ന കമ്പനി ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ ഓണർ കറൻ്റ്ലി ഓണർഷിപ്പ് കയ്യിലുള്ളത് അശ്വിൻ ചേട്ടൻ്റെ കയ്യിലാണ്. മനസ്സിലായോ? അശ്വിൻ ചേട്ടൻ്റെ കയ്യിലാണ് അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് അശ്വിൻ ചേട്ടൻ കൂടെ എന്നെ വിളിച്ച് ഇതിനകത്ത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഇത് പറഞ്ഞടാ, ഇത് എങ്ങനെയെങ്കിലും ഇതാക്കി തീർക്കാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതുകൊണ്ട് ഞാനിത് എക്സ്ട്രീം അപരാധത്തിലോട്ട് പോകുന്നില്ല, പക്ഷേ എനിക്ക് കുറേയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രോ അസ് എ TVA ഫാൻ MRC ഫാൻ കൊണ്ടുപോകണം, കാരണം MRC മെമ്പേഴ്സിനോടും ലീഡേഴ്സിനോടും പറഞ്ഞത് ശരിയായില്ല. ബ്രോ ഞാൻ അതിലേക്കല്ലേ വരുന്നത്, ചില്ലാവും. ഞാൻ പറഞ്ഞത് തൊപ്പിയോട് പറഞ്ഞതിനുള്ള കാര്യം, ഞാൻ തൊപ്പിയുടെ പേര് ഡ്രാഗ് ചെയ്തതിനുള്ള ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനുള്ള ക്ഷമ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിലല്ല, ഇതിനകത്ത് മാക്ക് നമ്മളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടും നമ്മളുമായിട്ട് നല്ല രീതിയിൽ സിറ്റിക്കകത്തും സിറ്റിക്ക് പുറത്തും പൊക്കോണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, ഈ പർട്ടിക്കുലർ മാക്കിനെ പോലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിന്നൊരു സമയമുണ്ട് TVA. അതായത് TVA മാക്കിനെ ഒരു ഗ്യാങ് ഇതാക്കിയപ്പോൾ സമയത്ത് നമ്മൾ മാക്കിനെ പോയിട്ട് മാക്കിന് വേണ്ടി ഞാൻ കയറി, TV എന്നല്ല ഞാൻ പറയണം, ഞാൻ വരെ ഉച്ചയ്ക്ക് കയറി മാക്കിനെ ഇട്ട് അപരാധിക്കുന്ന കണ്ടപ്പോൾ മാക്കിനെ കൂടെ കയറി. അത് ഏത് ഗ്യാങ് ആയിരുന്നു? K51 ആണെന്ന് തോന്നുന്നു. K51 എന്തോ ആണെന്ന് തോന്നുന്നു. അവരെ സിറ്റുവേഷനിൽ കയറി ഞാനിത് പോയി ഗ്യാങ് സിറ്റുവേഷൻ ആക്കി 15 ദിവസം TVA ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് പറയാനുള്ള കമ്മിറ്റ്മെന്റ്സ് സ്റ്റാർട്ടിങ് ഞാൻ പറയാൻ പോണത് അവിടെ നിന്നാണ്. എടാ ഈ TVA ശാന്ത അങ്ങനെ ഒരാൾ നമ്മുടെ അകത്ത് ഇല്ല. ഇതൊക്കെ വല്ല വേണ്ട, ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അവിടെ നിന്നാണ് നമ്മൾ TVA എന്നുള്ള ഒരു സാധനം ഇവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ്സും കാണിച്ചു തുടങ്ങിയത്. ഓക്കെ, വൺസ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തു. വൺസ് ഗ്യാങ് മോണിറ്ററിംഗ് പീരീഡിലായപ്പോൾ തന്നെ MRCയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും വന്ന് സിറ്റിയിൽ സിറ്റുവേഷൻസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ സൈഡിൽ നിന്ന് റൂൾസ് അറിയാത്ത കുറേ അൺവാണ്ടഡ് സിറ്റുവേഷൻസ് സിറ്റിയിലുണ്ടായി. അതായത് അവർക്ക് റൂൾസ് അറിയാൻ പറ്റാതെ പോയത്, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാതെ പോയതിലും ഒരുപാട് ഷമീറിന്റെ സൈഡിൽ നിന്നും റാംബോയുടെ സൈഡിൽ നിന്നും ഇവരുടെ സൈഡിൽ നിന്നും എല്ലാം ഉണ്ടായി. ഞാൻ എന്നിട്ട് എൻ്റെ TVയുടെ ഗ്രൂപ്പിൽ ഞാൻ പോയി പറഞ്ഞ ഒരേ ഒരു കാര്യം, അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഇത്രയും വൾഗർ ആവുന്നതിന് മുമ്പത്തെ കാര്യം, MRCയുടെ പേരെടുത്ത് സിറ്റുവേഷൻ എടുക്കാൻ ആർക്കെങ്കിലും മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ അത് മറന്നോ, അത് എന്തായാലും തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോലന്റെ സൈഡിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ട്രിഗർ ആവുന്നത്. ഞാൻ ലോലനെ പ്രത്യേകമായിട്ട് VCയിൽ വിളിച്ച് ലോലനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, എടാ ഇനി ഇത് ചെയ്താൽ നിന്നെ TVക്കകത്തു നിന്ന് എടുത്ത് ഞാൻ ലൈനപ്പിൽ നിന്ന് എടുത്ത് മാറ്റി ബെഞ്ചിലിടും എന്ന് പറഞ്ഞു. അപ്പോൾ ലോലിന് കാര്യം മനസ്സിലായി. ഞാൻ എന്നിട്ട് ഒരു മീറ്റിംഗ് കൂടെ വിളിച്ചു. ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, അവർ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്, ഗ്രോയിങ് സ്റ്റേജിലാണ്, അവരെ അവരുടെ വഴിക്ക് വിട്ടേരെ, നമ്മളിപ്പോൾ സിറ്റുവേഷൻ എടുക്കണ്ട. സിറ്റുവേഷൻ എടുക്കാൻ സമയമാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് നമ്മളെ ചൊറിയാൻ വരുന്ന ഒരു സമയമുള്ളപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇവിടെ കൂടെ RP ചെയ്യാൻ വേണ്ടി വരുന്നത്, അതിൽ ഷെയ്ക്ക് വന്നു, ഷെയ്ക്കിൻ്റെ കൂടെ RP ചെയ്യാറുണ്ടായിരുന്നു. മാക്കിൻ്റെ കൂടെ RP ചെയ്യാറുണ്ട്. തൊപ്പി വന്നിട്ടുണ്ട്. തൊപ്പിയുടെ കൂടെ നമ്മൾ സാബ്ഗുരു ഷെയ്ക്കിൻ്റെ ഐലൻഡിൻ്റെ പരിപാടി, എല്ലാത്തിനും നമ്മൾ എല്ലാത്തിനും സഹകരിച്ച് നല്ല രീതിയിൽ പോവാം. ഇപ്പം എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ ദേഷ്യമോ ഈഗോ ആദ്യമേ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല. ഞാൻ വൺസ് ഒരാളുടെ അടുത്ത് പിണക്കം കാണിച്ചോ അല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ 7 അയലത്തോട്ട് പോകാനും സംസാരിക്കാനും പോലും നിൽക്കത്തില്ല. അങ്ങനെ സംസാരിക്കാൻ നിൽക്കുമായിരുന്നെങ്കിൽ ഈ പറയണത് TV ഇറങ്ങിയ കുറേ ആൾക്കാർ, ഫുൾ ആൾക്കാർ ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്നേനെ. പോയ ആൾക്കാർ വരെ തിരിച്ച്, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഈഗോ ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല.
ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഈ സാധനത്തിലൊന്നും ഗെയിമിലൊന്നും ഞാൻ ഈ പറയുന്ന എല്ലാവരുടെയും പെർമനന്റ് ബാൻ മാറ്റി കൊടുത്തു കഴിച്ച് ഞാൻ അതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്, ഞാൻ ഡൊമിനിക്കിന്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുവാണ്. അത് ഞാൻ പറയാം, അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഞാൻ ഡൊമിനിക്കിന്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുവാണ്. ഇതിൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ പോയിട്ട് അങ്ങോട്ട് വെച്ച് മാക്കേ ഇതാണോ ശരിക്കുള്ള മെമ്പേഴ്സ്, ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മാക്ക് പറഞ്ഞ് ആ ഈകളെ എന്ത് പറ്റി, എന്തെങ്കിലും സീനുണ്ടോ? ഞാൻ പറഞ്ഞ് മാക്കേ ഞാൻ പറയണത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ MRC നിങ്ങൾക്ക് മാക്കിന് ചിലപ്പം ഡീപ്പായിട്ട് അറിയത്തില്ലായിരിക്കും. ഞങ്ങൾക്ക് പ്രശ്നമുള്ള കുറേ പേര്, ഞങ്ങളുടേതായിട്ട് കൂട്ടത്തിൽ പ്രശ്നമുള്ള കുറേ പേരുണ്ട്. സോ നമ്മൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തതുപോലെ ഇതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് പോകുമെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് മാക്ക് പറഞ്ഞു, അയ്യോ ഈകളെ നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുണ്ട് ഗൈസ്. അതായത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ ഫാൽക്കണെ ഒന്നും കുറ്റം പറയാൻ വേണ്ടി ഡ്രാഗ് ചെയ്യുന്നതല്ലേ, എന്നാലും ഞാൻ പറയാം, ഫാൽക്കണൊക്കെ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് ഫാൽക്കണായിട്ടുള്ള സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് റിയൽ ലൈഫിൽ അച്ഛൻ്റെ പേര് ഗെയിമിനകത്ത് ഡ്രാഗ് ചെയ്ത് സംസാരിച്ച് വേഴ്സ് ആയ ഒരു സെനാറിയോ വരെ ഉണ്ട്. അവരൊക്കെയാണ് ഇതിലത്തോട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ടെക്സാസിലെ HF മെമ്പേഴ്സൊക്കെ ഇതിനകത്തോട്ട് വരിക എന്ന് പറഞ്ഞപ്പം ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്ക് ഞാൻ വിരോധം കാണിച്ച് നിൽക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആദ്യമേ ഇത് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നീട് ഇത് ദുഃഖിക്കേണ്ടി വരും എന്ന്. ഇതിന് മുമ്പത്തെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനടക്കം പ്രശ്നം ഉണ്ടായിട്ടിരുന്ന ഒരു സമയമുണ്ട്. അതായത് ബ്രാവോ എടുത്ത് പ്രശ്നമായിട്ടിരുന്ന സമയത്ത് തന്നെ തൊപ്പിയും ബ്രാവോ എടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. ബ്രാവോയെ പറ്റി തൊപ്പി കുറെ ലൈവിൽ അല്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്, TVയുടെ co-leader, സെർവറിന്റെ ഓണർ, MRC ഇവിടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരൊറ്റ നോ മതിയായിരുന്നു. MRC ഇവിടെ കളിപ്പിക്കാൻ താല്പര്യം നമുക്കില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സെർവർ ഓണറിന്റെ ഒരു നോ മതിയായിരുന്നു നിനക്കൊക്കെ വേറെ സെർവറിൽ പോയി കളിക്കാൻ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈകളെ, എൻ്റെ ഇപ്പോഴും ഉണ്ട് ആ മെസ്സേജ്, ഞാൻ എടുത്ത് കാണിക്കാൻ റെഡിയാ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ചാണ്, ഈകളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് MRCയോട് അവർ സ്ലോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് വേറെ വല്ല ഇഷ്യൂ ആവോ, ആരൊക്കെ മെമ്പേഴ്സ് ഒന്നും അറിയത്തില്ല. മെമ്പേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പാണ് MRCയുടെ ഇത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞ് അവർ വരട്ടെ, എനിക്ക് പ്രശ്നമില്ല, എന്തായാലും വരുന്ന ഇപ്പം ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാരല്ലേ, ഈ അറിയാവുന്ന ആൾക്കാരോട് അപരാധിക്കാനാണ് നമുക്ക് പറ്റാത്തത്. പിന്നെ ഞാൻ അന്നേരെ പറഞ്ഞു തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല, കാരണം അവൻ അങ്ങനെ ഇരുന്ന് കളിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പം തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആകത്തില്ല, അവൻ ഇടയ്ക്കൊക്കെ കയറത്തുള്ളൂ. അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിൽ തൊപ്പിയുടെ ഈ ഗ്യാങ്ങിലുള്ള, അതായത് ഷമീർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ, മെയിൻ സ്ട്രീം ആൾക്കാരൊക്കെ ഇതിനകത്ത് ആക്റ്റീവ് ആവുമെന്ന് അന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ MRCയുടെ ഒരു നെയിം GTA-ക്കകത്തൂടെ കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല ബ്രാവോ, ഇത് നിങ്ങൾക്ക് ബ്രാവോയുടെ അടുത്ത് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ ബ്രാവോ എടുത്ത് പറഞ്ഞു, ബ്രാവോ ഇതാണ് സംഭവം, കുഴപ്പമില്ല, അവർ കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവിടെയും ഞാൻ ഒരു ഈഗോയും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സൈഡിൽ നോക്കുക പറഞ്ഞു, നമുക്ക് അടി വരുന്ന സമയത്ത് അടി വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് നമ്മളാ തുടങ്ങിയതായത്. ആൻഡ് വൺസ് ഗ്യാങ്ങും പരിപാടികളൊക്കെ തുടങ്ങിയെല്ലാം ഓരോന്നോരോന്നായിട്ട് വന്നു കഴിഞ്ഞപ്പം ആദ്യമൊക്കെ നമ്മളിത് സോൾവ് ചെയ്ത് വിട്ടു. നിങ്ങൾ ഈ പറയുന്നത് പോലെ, നിങ്ങൾ ഒരു MRC ഓഡിയൻസിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, കാരണം നിങ്ങളിത് ഫേസ് ചെയ്ത സിറ്റുവേഷന്. MRC ഓഡിയൻസിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ മാക്ക് ആണെങ്കിലും അവരാണെങ്കിലും ഇവരെല്ലാം വന്ന് ഓരോ സിറ്റുവേഷൻസ് TV ആയിട്ടുള്ളതും KV ആയിട്ടുള്ളതും സോൾവ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഗ്യാങ് മെമ്പേഴ്സിന് വാല്യൂ കൊടുക്കാതെ ഇവര് സിറ്റുവേഷൻസ് സോൾവ് ആക്കി വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ടും ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളിനി എന്നെ തോപ്പിക്കാൻ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മെമ്പേഴ്സ് ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ആയി പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്ക് ആ സെയിം സാധനം TV-ക്കകത്ത് വന്നു തുടങ്ങി. അതായത് ഇവന്മാര് ഒരു എൻഡ് ഓഫ് ദ ഡേ ഒരു എക്സ്ക്യൂസ് പറയും, ബ്രോ അവരൊക്കെ പുതിയ മെമ്പേഴ്സാണ്, നമുക്ക് TV-യിലുള്ളതാണെന്ന് അറിയത്തില്ലായിരുന്നു, TV-യിലുള്ളതാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ സിറ്റുവേഷൻ എടുത്തത് എന്ന് പറയും. ഞാനിത് കേൾക്കുമ്പോൾ ഓക്കെ, അവരുടെ സൈഡിലും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, അവർ പുതിയ പ്ലെയേഴ്സാ, ഷമീറും ഇവരെല്ലാം പുതിയതായിട്ട് ഇതിനകത്തോട്ട് വന്ന ആൾക്കാരാ, ഇവർക്കൊക്കെ പ്ലേയേഴ്സിനെ തിരിച്ചറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ ഇവന്മാരോട് നമ്മുടെ TV-യിലുള്ള പിള്ളേരുടെ അടുത്ത് പറഞ്ഞ്, എടാ ഇനി നോർമലി നിങ്ങൾ നടക്കുവാണെങ്കിലും മാക്സിമം ഗ്യാങ് ഡ്രസ്സിൽ നടക്കാൻ നോക്കുക,
പകലുള്ള സിറ്റുവേഷനിലാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും ഒരു ഗ്യാങ് ഡ്രസ്സ് നടക്കാൻ നോക്കുക. ഗ്യാങ് ഡ്രസ്സ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അറിയാം എന്നുള്ളൊരു രീതിയിൽ. പിന്നെ ആണെങ്കിൽ പോലും ഫാൽക്കണെ പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് MRC എന്നെല്ലാം പറഞ്ഞു, കമ്മ്യൂണിറ്റി വന്നിട്ട് ഒരുപാട് നാളായി. ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. സ്റ്റിൽ സിറ്റുവേഷൻസ് വൃത്തികെട്ട രീതിയിൽ ട്രിഗർ ആവാൻ തുടങ്ങി. മനസ്സിലായ? വൃത്തികെട്ട രീതിയിൽ സ്റ്റിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവാൻ തുടങ്ങി. ഇതൊന്നും സഹിക്കുക വയ്യാതെ ഗൈസ്, ഇത് ലാസ്റ്റിൽ ഉണ്ടല്ലോ, ഞാൻ എന്താ എല്ലാം എനിക്കിത് സോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് ഷെയ്ക്കും മാക്കും അവിടെ വന്നിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കാം എന്നുള്ള രീതിയിൽ വന്നിങ്ങനെ സംസാരിച്ചായിരുന്നു. ജസ്റ്റ് ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് അതിൻ്റെ പിന്നെ ഞാൻ എൻ്റെ നമ്പർ ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരിച്ച് ഞാനങ്ങനെ മണ്ടത്തരങ്ങളൊന്നും ലൈവിലിരുന്ന് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ആരുടെയും നമ്പരും ഇതൊന്നും ലീക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്പറിനകത്ത് വിളിച്ച് കുണ്ണത്തരം പറഞ്ഞവനൊക്കെ ഇന്നലെ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, എൻ്റെ നമ്പർ കുറേ ആൾക്കാരുടെ കയ്യിലുണ്ട്. ആൻഡ് എൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ആക്റ്റീവാണ്. ഞാൻ എൻ്റെ ഇതിനകത്തെല്ലാം മെസ്സേജുകൾ ഇടാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതിൽ മെഡിക്കൽ എമർജൻസീസും ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കുന്നവരെ എല്ലാം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു നമ്പറും കൂടിയാണത്. അതുകൊണ്ട് എനിക്കതിൽ വലിയ ഇത് കുഴപ്പമില്ല ഇതാക്കിയത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്, എനിക്കൊരു സെക്കൻഡ് ഞാനൊന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. ഇത് ചില കാര്യങ്ങൾ കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ ഈ പറയണത് പോലെ നമ്മൾ വായ്ത്താളം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളൊരു സാധനം വരും ഗൈസ്. ഇത് MRCയിലെ മാക്ക് ഇഷ്യൂസ് വൾഗർ ആയിക്കൊണ്ടിരുന്ന സമയത്ത് വെളുപ്പിനെ 4:19 ഞാൻ അവൻ ആദ്യമേ എൻ്റെ അടുത്ത് വിളിച്ചായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഞാൻ തിരിച്ച് വിളിച്ച് എൻ്റെ അടുത്ത് ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, എടാ കിടന്നോന്ന് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ഇല്ല ലിങ്ക് അയക്കട്ടെ ഞാൻ പറഞ്ഞു. ഷെയ്ക്കിൻ്റെ സെർവറിൻ്റെ ലിങ്ക് അയച്ചു വന്നു. അപ്പം ഞാൻ ഇൻ ജനറൽ വീസി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. സൺഡേ 15 മാർച്ചിന് ഞങ്ങൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-2.5 മണിക്കൂർ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച്. അന്ന് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞ ലീഡർ MRCയുടെ മാറ്റർ ആയിട്ട് പോലും ഈ പറഞ്ഞ ലീഡറും ഇപ്പം റിയാക്ട് ചെയ്യുന്നതും തിളക്കുന്നതായിട്ടുള്ള ഒരാളെ പോലും MRCക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആ VC കണ്ടില്ല. പക്ഷേ വെളുപ്പിനെ 4 മണി തൊട്ട് 6 മണി വരെ ഞങ്ങളിരുന്ന് സംസാരിച്ചു. കോലീഡേഴ്സ് 2 പേരും ഞാനും ഇരുന്ന് സംസാരിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ്, എന്നിട്ട് TVക്കകത്ത് നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനത്തെ റിവലറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ അന്നവരെ കൊണ്ടുവന്നായിരുന്നു. ഞാനിതൊന്നും സ്ക്രീൻ റെക്കോർഡൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മറ്റേ റെക്കോർഡ് ചെയ്ത് എഴുതി പോകുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡൊന്നും ഞാൻ അവിടെ എടുത്തിട്ടില്ല. ബിലാൽ, മാലിക്, അങ്ങനെ കുറേ പേര് വന്ന് സംസാരിച്ചു എന്നോട് കുറേ പേര് വന്ന് സംസാരിച്ച് ഞാൻ ഇവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, അതായത് സിറ്റുവേഷൻ ഒന്നും ഇനി നമ്മുടെ സൈഡിൽ നിന്ന് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല ബ്രോ. പിന്നെ എനിക്ക് ബിലാലൊക്കെ എന്നോട് പറഞ്ഞ് HF ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബ്രോ അങ്ങല്ലാതെ വേറെ അങ്ങനെ ഒന്നും ഇല്ല, വേറെ ഈ പറയണ പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കി. ഞാനും ഇത് വളരെ ന്യൂട്രലായിട്ട് എടുത്ത് MRCയുടെ ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ അവരെന്നെ കാണിച്ച്, ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ കാണിച്ച്, ഇതാണ് നമ്മുടെ വണ്ടി കുറച്ചുകൂടെ പണിയുണ്ട് അതാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ MRCയുടെ 3 വണ്ടികളും എന്നെ കാണിച്ച്, ഞാൻ അതിനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഈകൾ പറ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇതെല്ലാം അവരുടെ അടുത്ത് സംസാരിച്ച് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ പാക്കി പോയൊരു കാര്യമാണ്. പെട്ടെന്ന് ഇതേ ഹലോ, ഇത് ലയർ ആണോ? കുറച്ച് ഓവറാക്കണോ? അമ്പത്തൂരേ വീണ്ടും ഇത് ഞാൻ സിറ്റിയിലുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ അതിൽ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് അമ്പത്തൂരിൻ്റെ അടുത്ത് പോയിട്ട് ഈ സിറ്റുവേഷൻ വേണ്ടാടാ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കാണാതെ ഞാൻ അവനെ പറഞ്ഞു വിട്ട്. ഞാൻ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കേൾക്കാതെ, അല്ലെങ്കിൽ അവൻ്റെ എന്താ അവിടെ സംഭവിച്ചതെന്ന് പോലും കേൾക്കാതെ ഞാൻ ഇവനെ പറഞ്ഞു വിട്ട്. ഇത് കഴിഞ്ഞപ്പം ഈ സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഫ്രണ്ട്ലി എന്ന് അവർ പറഞ്ഞിട്ട്, എനിക്കിത് ഫ്രണ്ട്ലി ആയിട്ട് പോകത്തില്ല എനിക്ക് ഉറപ്പായിരുന്നു. അവർ പറഞ്ഞിട്ട് TVയുടെ ഗ്യാങ് വണ്ടി, TVയുടെ ഗ്യാങ് ഡ്രസ്സ്, അമ്പത്തൂർ ഇവിടെ വെറുതെ വന്ന് ഇരുന്നതല്ല, അമ്പത്തൂരിനെ വിളിച്ചതാ. അമ്പത്തൂരിനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവന് ലൈവ് ഉണ്ടായിരുന്നു. അമ്പത്തൂരിനെ വരാൻ പറഞ്ഞു. അമ്പത്തൂർ ഇവിടെ വന്നിരുന്നു.
അമ്പത്തൂർ ഇവിടെ വന്നപ്പം ഷമീർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് റെസ്പെക്റ്റിലാവുമ്പോൾ മിണ്ടാതെ അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ്, ഇവന്റെ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി അമ്പത്തൂരിനെ എന്തോ വിളിക്കുമെന്തോ ചെയ്യുന്നത്. വിളിച്ചപ്പോഴത്തേക്കിന് ഈ പറയണത് പോലെ പെട്ടെന്ന് അവൻ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് ബ്രോ, അവൻ അമ്പത്തൂർ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടെന്ന് പോലും അറിയില്ല. കഴപ്പ് ബ്രോ. ഇത് അപ്പം നിങ്ങൾ പറയണതെന്ന് പറഞ്ഞാൽ MRC ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണെന്നാണോ, അത് TVക്ക് മാത്രമാണെന്നാണോ ബ്രോ? ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് പുള്ളി ഈ സിറ്റിയിൽ കളിക്കുക. ഇത് TVയുടെ ഗ്യാങ് ഡ്രസ്സ്, ഇത് TVയുടെ ഗ്യാങ് വണ്ടി. സിറ്റുവേഷൻ ആകരുത് എന്നൊരു സാധനം നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അറ്റ്ലീസ്റ്റ് ഇതൊക്കെയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ സോറി പറഞ്ഞില്ലേ, തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറയണം ഇതിനെപ്പറ്റിയോ അല്ല ഗൈസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക, അത് നിങ്ങൾ അതിലേക്ക് വാ. സോറി പറഞ്ഞു, ഓക്കെ, ഞാൻ പറയണം അതിനല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയതെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ എൻ്റെ മെമ്പേഴ്സിനും എൻ്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന എൻ്റെ വ്യൂവേഴ്സ് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് TVയെ തള്ളി പറയുക അല്ലെങ്കിൽ TVയുടെ അടുത്ത് സിറ്റുവേഷൻസ് എടുക്കരുത് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതാക്കിയിട്ടില്ല. അങ്ങനെ ഓർക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ KVയുടെ ഒരു കാര്യത്തിലും ഈ പറയണ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിലും വരാം. അത് വരാം അൺടിൽ ഞാൻ പുതിയതായിട്ട് വന്ന ഒരു ഗ്യാങ്ങിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എൻ്റെ മെമ്പേഴ്സിനെ ഞാൻ ഒരിക്കലും കൺട്രോൾ ചെയ്തിട്ടില്ല, അവർക്ക് എതിരെ സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് തിരിച്ച് ഇങ്ങോട്ടും കിട്ടണം. കാരണം നമ്മളിത് തലേന്ന് വി സിയിൽ മാക്കിനോടും ഷെയ്ക്കിനോടും ഇനി ഷമീറിന്റെ സൈഡിൽ നിന്ന് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഷെയ്ക്ക് എനിക്ക് ഉറപ്പ് വന്നിട്ട് പോയതിന്റെ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുന്നേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ബ്രോ, ആ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് അത്രയ്ക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് ഓക്കെ, പുള്ളിക്കാരൻ അറിയത്തില്ല, അമ്പത്തൂരിനെ എല്ലാവരും അറിയണമെന്നില്ല. അതുപോലെ MRCയിൽ 35 മെമ്പേഴ്സിന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പേരറിയത്തില്ല. പക്ഷെ ഞാൻ ഈ ഗ്യാങ് ഡ്രസ് ഇട്ട് എൻ്റെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സറൗണ്ടിങ്ങിൽ MRCയുടെ ഗ്യാങ് ഡ്രസ് ഇട്ട് ഒരുത്തം വന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവനോട് ഇപ്പൊ MRCയിൽ ഇപ്പോൾ ഒരു ഒരാളുടെ പേര് സുഗുണൻ എന്നൊരു പേരുണ്ടെങ്കിൽ സുഗുണൻ രണ്ടീന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നോണ്ടാ. പക്ഷെ തലേന്ന് അത്രയും മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ സിറ്റുവേഷൻ ട്രിഗർ ആകുമ്പോൾ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതാവും ബ്രോ. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അതിനെപ്പറ്റിയാ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് വേഴ്സ് ആവണ്ടെന്ന് വിചാരിച്ച് ഷമീർ സോറി പറഞ്ഞു. ശരി, ഞാനിത് കണ്ടിട്ട് ഞാൻ അമ്പത്തൂരിന് അടുത്തോട്ട് പറഞ്ഞു, അമ്പത്തൂരെ അണ്ണ എനിക്ക് അന്നേരം മുട്ടാൻ ബാഡായി, ഞാനിത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, അണ്ണനോട് പെട്ടെന്ന് വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സിറ്റുവേഷൻ ഡ്രോപ്പാക്കി വിട്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കി. എന്നിട്ടും ഇതിനെപ്പറ്റി ഒരു വാക്ക് ഇന്നത്തെ ലൈവിലല്ലാതെ ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇത് സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ ആരെ പറ്റി ഇതിന്റെ പേരിൽ ഷമീറിനെ കൊണ പറയാനോ, എനിക്ക് ഈ ഒറ്റ ക്ലിപ്പ് മതിയായിരുന്നു അടുത്ത ദിവസം വന്നിട്ട് ഷമീറിനെ പറ്റി ഇരുന്ന് അവരാധിക്കാനും ഷമീറിനെ പറ്റി അത് പറയാനും ഇത് പറയാനും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞടാ, ഇനി എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് സോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞപ്പം ഇതിന്റെ കൂടെ എൻ്റെ കൂടെ VCയിൽ വന്ന് മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾ, അതായത് നമ്മുടെ സൈഡിൽ നിന്നുണ്ടായതും അവരുടെ സൈഡിൽ നിന്നുണ്ടായതുമായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്ത ആളാണ് ഷെയ്ക്ക്. ഷെയ്ക്കിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ കണ്ടു. ഇത് നോക്കിക്കോളാം. ഞാൻ കണ്ടു, അമ്പത്തൂരിന്റെ സംസാരമൊക്കെ ഞാൻ കേട്ടു. എന്താ അവസ്ഥ? RP ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ആ ടൈപ്പ് ഓഫ് സംസാരം അമ്പത്തൂരിനെ വേണ്ടിയിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും അമ്പത്തൂരിന് ആ സംസാരം വേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാങ് ഡ്രസ്സ് ഇട്ട് ഗ്യാങ് വണ്ടി വന്ന് TV ആണെന്ന് അറിഞ്ഞിട്ടും ആ സംസാരം എന്തിന് ഷമീർ എടുത്തു എന്ന് എന്തുകൊണ്ട് ഷെയ്ക്ക് പോലും ചോദിച്ചില്ല. അവിടെയും കുറ്റം അമ്പത്തൂരിന്, അമ്പത്തൂർ MRC ആണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും സംസാരിച്ചെന്ന്. ഇതിന് ഞാൻ എന്ത് പറയണം? ഇതുകൂടെ കണ്ടപ്പോഴത്തേക്കിന് ഗൈസ് എനിക്ക് ഏകദേശം കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ ഇരുന്ന് സംസാരിച്ച ആ ഒരു റെസ്പെക്റ്റ് കൂടെ എനിക്ക് അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പോലും ഞാൻ എന്നിട്ടും ഇതൊന്നും സംസാരിക്കാനും പറയാനും ഞാൻ വന്നില്ല. ഞാൻ പറഞ്ഞു എന്തിനാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണേ, എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. സംസാരിച്ച് തുടങ്ങിയാൽ ഇത് വേറെ എങ്ങോട്ടേലും പോവും എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് വേണ്ട, സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഇതാക്കി. ആൻഡ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നൊക്കെ ഷമീർ ആയിക്കോട്ടെ, റാംബോ ആയിക്കോട്ടെ, ആരൊക്കെ RPയിൽ എൻ്റെ അടുത്ത് വന്നാലും അല്ല എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം ഒരു സിറ്റുവേഷൻ ചെയ്താലും അപ്പം തുടങ്ങും, ഓൺ ദ മൊമെന്റിൽ തുടങ്ങും ചാറ്റിൽ കൊട്ട ചട്ടി അണ്ടി എന്ന് പറഞ്ഞിട്ട്.
സെയിം സൈഡ് ഇപ്പുറത്ത് എന്റെ ചാറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. എന്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. എന്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യാറുണ്ട്. എന്റെ ചാറ്റിൽ MRCയുടെ ആൾക്കാരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും സ്കിപ്പ് എന്ന്. ഞാൻ അന്നേരം ഇവരെ വഴക്ക് പറയാറുണ്ട്. എന്റെ ഓഡിയൻസിനെ ഞാൻ ചീത്ത പറയുകയും വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ടും നമുക്ക് ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ സൈഡിൽ നിന്നും ബാക്കിയുള്ള സൈഡിൽ നിന്നും ഇത്രയും ഹേറ്റും ഇതും വരുമ്പം നിങ്ങൾക്ക് നോർമലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരിടത്ത് ഹാർഡ് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഞാൻ ഹാർഡ് കമ്മിറ്റഡ് എന്ന് പറയത്തില്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ കൺസേൺ ചെയ്ത ഒരാളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്ത് ഓക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താക്കാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും തിരിച്ചടികൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേടിക്കും. അങ്ങനത്തെ ഒരു ഞാൻ ഒന്നാമതേ ഈ പറയണത് പോലെ ബാംഗ്ലൂർ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ട് ഞങ്ങൾ ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടി കഴിച്ചു. അതായത് ഞങ്ങൾക്ക് 3 ഷോസ് അവിടെ വന്നതായിരുന്നു. അപ്പോൾ അതിൽ 2 ഷോ അടുത്ത മാസം 15ഉം 17ഉമായിട്ട് നമുക്ക് ഡേറ്റ് മാറിപ്പോയി. പക്ഷെ ഞാൻ 3-4 ദിവസം ട്രിപ്പ് എന്നുള്ള രീതിയിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴത്തേക്കിന് ഒരു ഷോ കഴിഞ്ഞപ്പോൾ 2 ഷോ ക്യാൻസൽ ആയി എന്നുള്ളൊരു സാധനം വന്ന് അപ്പോഴത്തേക്കിന് ഇത്രയും എഫേർട്ടും എടുത്ത് ടൈം എടുത്ത് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലും എല്ലാം കൂടെ നിന്ന് ബാൻഡിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബാഡായിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതും കൂടെ നടക്കണത്. മനസ്സിലായി? അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് കൺട്രോൾ കംപ്ലീറ്റ്ലി പോയി. ഞാൻ ആർപ്പിക്കകത്ത് എനിക്ക് അവിടെ PC ഉണ്ടായിട്ട് പോലും ആർപ്പിക്കകത്ത് കയറാനോ ഈ പറയണ ബാക്കിയുള്ള ഇതാക്കാനും ഒന്നും ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ പോയി എനിക്ക്. ഞാൻ ഇത് കാണുന്നുമില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല, എന്റെ ഫോക്കസ് മൊത്തം ഇതിലാ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവനിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു. മനസ്സിലായോ? തമാശക്ക് പറയാൻ വേണ്ടി ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല. എനിക്ക് അറിയത്തില്ല ഇവനെ. അതാ ഞാൻ പറഞ്ഞത്, അതാ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത്. ഇതില് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ബാക്കി ഡിസൈഡ് ചെയ്യാം ഗൈസ്. പിന്നെ ഒരു MRC ഫാൻ എന്നുള്ള രീതിയിൽ MRC ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ അവരാധിക്കാൻ വന്ന ലൈവാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ നന്മവരം കളിക്കാൻ വന്ന ലൈവല്ല. ഞാൻ പറയാണ്, ഞാൻ ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ ഞാൻ ഇരുന്ന് അവരാധിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാനിത് വന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇത് എൻ്റെ സൈഡ് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് അശ്വിൻ ചേട്ടൻ, നീ ആദ്യം നിന്റെ സൈഡ് അവരുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്ക്, നിനക്ക് ഉപദ്രവിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം. പിന്നെ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പം ഓക്കെ എന്നാൽ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഞാനിത് ഇതാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തലയിലോട്ട് എടുക്കാം, അല്ലെങ്കിൽ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടോ ഇത് എങ്ങനെ വേണേൽ കൺവേർട്ട് ചെയ്ത് എന്നെ ഇതാക്കാം. പക്ഷെ നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞ കാര്യം ഞാൻ തിരുത്താൻ റെഡിയാണ്. ഞാൻ വേണമെങ്കിൽ തൊപ്പിയെടുത്ത് പേഴ്സണലി പോലും അവൻ മെന്റലി ഓക്കെ ആവുന്ന സമയത്ത്, അവനിപ്പം എന്തൊക്കെയോ കാര്യങ്ങളിലാണ്, അവന് മെന്റലി ഓക്കെ ആവുന്ന സമയത്ത് ഞാൻ അവനെ വിളിച്ച് പേഴ്സണലി സംസാരിക്കാനും റെഡിയാണ്. അതിൽ എനിക്ക് ഒരു മടിയില്ല. തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരാകുമ്പോൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. ഇതിനു മുമ്പും സിറ്റിയിൽ സിറ്റുവേഷൻസ് ഉണ്ടായ സമയത്ത് എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ എൻ്റെ ഫെയിലിയറും അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്, ഞാൻ എൻ്റെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. മനസ്സിലായ? അപ്പോൾ അത് വീണ്ടും ഇതാക്കാൻ ഞാൻ അത് തിരുത്താൻ റെഡിയാണ്. എൻ്റെ അന്നേരത്തെ റേജിൽ പറ്റിപ്പോയതാ. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഡൊമിനിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 5 വീക്കിൾ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച്. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട്, ഒരു മൊമെന്റ് ആയതുകൊണ്ടാണ് ഞാൻ. പിന്നെ ഡൊമിനിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഡൊമിനിക്ക് എൻ്റെ അടുത്ത് കൊമ്പനും അവരെല്ലാം വന്നൊന്ന് സംസാരിച്ചു. അവൻ കുറച്ച് നാളെ ആളുള്ളൂ കളിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഡൊമിനിക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. അവന് ചെയ്ത മിസ്റ്റേക്സ് എല്ലാം മനസ്സിലായി. ഇനി അവൻ്റെ സൈഡിൽ നിന്ന് അത് അന്നേരത്തെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് അന്നേരം ട്രിഗറായിട്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് എന്നുള്ളൊരു രീതിയിൽ ഡൊമിനിക്ക് എന്നോട് സംസാരിച്ച്. പിന്നെ അവൻ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കളിച്ചൊന്ന് സെറ്റായൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇതാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എനിക്കൊരു ചാൻസ് കൂടെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് കൈസ്. നമുക്കൊരു ചാൻസ് കൊടുക്കാൻ കൈസ്. ഇവന് ഇനി എന്തെങ്കിലും അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞത്. സാവേജിനോട് ചോദിക്കണമെന്നുണ്ട്. നിങ്ങൾ ഞാൻ പറയണത്, ഒരു പ്ലെയറിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യണ്ടല്ലോ കൈസ്. അത് എനിക്ക് തോന്നുന്നുണ്ട് അത് മാറ്റി കൊടുക്കാമെന്ന് തോന്നുന്നു. അത്
ഒരു നമുക്ക് അവരുടെ PvP-യിൽ ഒരു പ്ലെയർ പോകുമ്പോഴേ നമുക്ക് ഈ ഡിസ്മാൻഡിൽ അല്ല ഈ പറയണ കിക്ക് ചെയ്യാതെ ഒരു പ്ലെയർ നമ്മൾ അല്ലാതെ പോകുന്ന സമയത്ത് ഒരു ഗ്യാങ് കൊണ്ടുപോകുന്ന ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കറിയാതെ എന്തൊരു പ്രശ്നമായിരിക്കുമെന്ന്. ഒരു ചാൻസ് നമ്മൾ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചാൻസ്. ഇപ്പൊ ചന്ദ്രനാണെങ്കിലും ഒരു ചാൻസ് കിട്ടിയതല്ലേ അവരുടെ സൈഡിൽ നിന്ന്, വേറൊരു ആളുടെ സൈഡിൽ നിന്നാണെങ്കിലും നമുക്ക് ഒരു ചാൻസ് കൊടുക്കാമെന്നുള്ളൊരു സാധനമാണ്. ഞാൻ സാവേജിനോടത്തോടെ ചോദിച്ചിട്ട്, സാവേജിന്റെ സ്റ്റീവിൻ്റെ അടുത്തോടെ ചോദിച്ചിട്ട് ഞാനത് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ, ഈ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നമുക്ക് വേറെ അതിൽ കൂടുതൽ വേറെ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. ഇനി ഇത് സംസാരിച്ച ലൂപ്പാവും. അപ്പോൾ നിങ്ങൾക്ക് വേറെ പെർട്ടിക്കുലർ ഇതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യം ക്ലിയർ ഓഫ് ചെയ്താൽ. കാരണം ഇത് ഡെയിലി ഇത് സംസാരിക്കാൻ താല്പര്യമില്ല ഗൈസ്. ഇനി ഡെയിലി നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഞാൻ ആക്റ്റീവായിട്ട് സ്ട്രീംസ് ഉണ്ടാവും. അപ്പോൾ അത് കൊണ്ട് ഡെയിലി എനിക്കിത് ഇതാക്കാൻ താല്പര്യമില്ല. അവിടെ ടിവിയുടെ സെർവർ അവനാണോ ഓണർ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടോ? എന്താ എന്ത് ചെയ്യണത്? കണ്ടില്ല. ആരുടെ സെർവർ എന്ന് പറഞ്ഞാലും ബ്രോ ഇപ്പോഴും ബ്രോയ്ക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാ. എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളെ ഇതിനകത്തോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അവ ഈ സെർവറിൽ ഉണ്ടാവില്ല. ആ കമ്മിറ്റ്മെന്റ് ബ്രാവോ എനിക്ക് തരുന്നുണ്ട്. മനസ്സിലായ? ഇനി നീക്ക് ആരുടെ സെർവർ എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. ആ സാധനം എനിക്ക് ബ്രാവോയുടെ സൈഡിൽ നിന്ന് കിട്ടും. നീയൊക്കെ ഇനി എന്ത് പറഞ്ഞുണ്ടാക്കിയാലും അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിറ്റി മാറിക്കോ ബ്രോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിറ്റി മാറിക്കോ. ഞങ്ങളിത് ചുമ്മാ ഉണ്ടാക്കിയതല്ലല്ലോ. കറന്റ് ഇന്ത്യയിലെ ബെസ്റ്റ് സെർവറാണ്. നമ്പർ 1 RP സെർവറാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സെർവറാണ്. ആ സെർവറിൽ എനിക്ക് ഇങ്ങനെ ഒരു റൈറ്റ് ഉണ്ടെന്ന് പറയണതിൽ എന്താണ് എനിക്ക് ഇത്? എന്നോട് ചോദിച്ചിട്ട് കൂടി തന്നെയാണ് ബ്രാവോ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ റെഡിയാ. പക്ഷേ വേറെ ആളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാനത് ഇന്റൻഷനലി ഇതുവരെ ഒരു ഗ്യാങ്സിനെതിരെ ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ബാൻ മേടിച്ച ഏതെങ്കിലും എൻ്റെ ഒരു സിംഗിൾ ബാൻ എൻ്റെ ഈ ഇൻഫ്ലുവൻസ് വെച്ച് ഞാൻ മാറ്റിയിട്ടുണ്ടോ? ബാൻ മേടിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇരുന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. 11 ദിവസം ബാൻ മേടിച്ചിട്ട് പോലും 11 ദിവസം ഞാൻ RP ലൈവ് ഇടാതെ ഞാൻ എൻ്റെ ബാൻ തിരിച്ചു വന്ന ആളാണ്. എനിക്കിത് സാധനമുണ്ട്. ബോധിപ്പിക്കേണ്ട ആവശ്യം TV സെർവറെന്നോ എൻ്റെ സെർവറെന്നോ. പക്ഷെ അത് അവൻ എന്നോടുള്ള കമ്മിറ്റ്മെന്റാ. എനിക്ക് നല്ല പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഈ സാധനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവൻ അത് ചെയ്തത്. അല്ല ആർക്കും വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള എല്ലാ പ്രയോറിറ്റീസും അവരുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നുണ്ട്. ഒരാളുടെ ഇതിനകത്ത് പോലും ഞാൻ ഇന്റർഫിയർ ചെയ്യാൻ പോയി ഇതുവരെ. ഒരാളുടെ അർപ്പിക്കാത്ത ഒരാളുടെ ബാക്കിയുള്ള ഈ സെർവറിന്റെ കാര്യങ്ങളിലോ എൻ്റെ അടുത്ത് പക്ഷേ സെർവറിന്റെ കേസ് സംസാരിക്കാൻ വരുന്ന എല്ലാവരോടും ഞാൻ പറയും ഞാൻ ഇന്റർഫിയർ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ ബ്രാവോ എടുത്ത് പോയി ചോദിക്കാം എന്ന്. ഞാൻ ബ്രാവോ എടുത്ത് പോയി ചോദിക്കാം എന്നുള്ളത്. ഡയോസ് ഡിസിഷൻ ആണോ? ഡയോസിനെ കപ്പിക്കണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ കളി VC പോ. ഞാൻ VCയിൽ ജോക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആരും ഇല്ലെന്ന് തോന്നുന്നു. VCയിൽ ആരും ഇല്ല ഗൈസ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും വിളിച്ചോണ്ട് വന്നിരുന്ന് ഇരുത്താറില്ല ഗൈസ്. ജോക്കി ഉണ്ടോ ഇവിടെ? ജോക്കി കോച്ച് വന്നു. യെസ് കോച്ച് പറ. എന്താ കോച്ച്? all arrived എല്ലാ എനർജി എല്ലാം റിട്രീവ് ആയാച്ചാ? ഓ ഞാൻ ഉറങ്ങിയില്ല കോച്ച്, ഇന്ന് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിട്ടേ. സംഭാഷണ ശകലങ്ങളൊക്കെ കഴിഞ്ഞോടാ? എന്താ ജോക്കി കേട്ടില്ല? സംഭാഷണ ശകലങ്ങളൊക്കെ കഴിഞ്ഞോ? ഓ സംഭാഷണ ശകലങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് ഇന്ന് കയറണം. ഇന്ന് സേഫ് സോൺ ആണോ ജോക്കി? ഇത് സേഫ് സോൺ മാറൂലേ? ഇത് സിറ്റി തന്നെ വരുന്നത് കയറാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഇഷ്യൂ ആണ്. എന്തൊരു അവസ്ഥയല്ലേ.